കുട്ടിക്കാലത്തുള്ള കൃഷ്ണൻ്റെ ലീലകൾ തന്നെയാണ് പിന്നെയും പറയുന്നത്. ഹരേ കൃഷ്ണ. ദക്ഷിണദേശത്തുള്ള ഗോമന്ത പർവ്വതം സന്ദർശിക്കണമെന്ന് കൃഷ്ണൻ ആഗ്രഹിച്ചു. ബലഭദ്രനും ഒന്നിച്ച് കൃഷ്ണൻ ദക്ഷിണദേശത്തേക്ക് പുറപ്പെട്ടു. കാടും മേടും നദികളും കടന്ന് വളരെ ദൂരം സഞ്ചരിച്ച് അവർ അതിമനോഹരവും പവിത്രവുമായ ഒരു പ്രദേശത്ത് ചെന്നെത്തി. അവിടെ ഒരു മഹാമുനി സമാധിസ്ഥനായി ഇരിക്കുന്നതും കണ്ടു. ചുറ്റും ശിഷ്യഗണങ്ങളുമുണ്ട്. പരശുരാമനാണതെന്ന് അവർക്ക് മനസ്സിലായി. മുനി സമാധിയിൽ നിന്നുണർന്നപ്പോൾ രണ്ടുപേരും അദ്ദേഹത്തെ നമസ്കരിച്ചു. പരശുരാമൻ ജ്ഞാനദൃഷ്ടി കൊണ്ട് രാമകൃഷ്ണന്മാരെ തിരിച്ചറിയുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഗോമന്ത പർവ്വതത്തിൽ കർവീരം എന്നൊരു രാജ്യമുണ്ടെന്നും അവിടെ ശൃഗാല വസുദേവന് എന്നു പേരായ ദുഷ്ടനായ ഒരു രാജാവുണ്ടെന്നും അയാളെ കൂടി വധിച്ചു ഭൂഭാരം കുറയ്ക്കണമെന്നും പരശുരാമൻ രാമകൃഷ്ണന്മാരോട് അഭ്യർത്ഥിച്ചു. അതനുസരിച്ചു രാമകൃഷ്ണന്മാർ യാത്ര തുടർന്ന് കരവീര രാജ്യത്ത് പ്രവേശിച്ചു. പാഞ്ചജന്യം മുഴക്കി. ശൃഗാല വസുദേവൻ സൈന്യസന്നാഹങ്ങളോടെ അവരോട് യുദ്ധത്തിന് വന്നു. കൃഷ്ണൻ സുദർശന ചക്രം കൊണ്ട് അയാളുടെ കഴുത്തറുക്കുകയും അവിടെ നിന്ന് കിട്ടിയ സ്വർണവും രത്നങ്ങളും ചാക്കുകളിൽ നിറച്ച് ചുമട്ടുകാരെ കൊണ്ട് മധുരാപുരിയിലെത്തിക്കുകയും ചെയ്തു. സുകാലവധത്തിനു ശേഷം രാമകൃഷ്ണന്മാർ ഗോമന്ത പർവ്വതം കയറുകയും അവിടുത്തെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കണ്ടാനന്ദിച്ചുകൊണ്ട് ഏതാനും ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അനന്തരം അവർ മധുരയിലേക്ക് മടങ്ങി. ഇതിനിടയിൽ കൃഷ്ണനോട് സ്വതേ പകയുള്ള മഗധാധിപനായ ജരാസന്ധൻ തൻ്റെ ഒരു ഉറ്റ സുഹൃത്തായ ശൃഗാല വസുദേവനെയും കൃഷ്ണൻ വധിച്ചു എന്ന് കേട്ടപ്പോൾ കുറെ കൂടി ക്രൂദ്ധനായി വീണ്ടും മധുരയെ ആക്രമിച്ചു. വീണ്ടും അയാൾ പരാജിതനായി പിന്മടങ്ങി. ജരാസന്ധൻ ഇങ്ങനെ 18 പ്രാവശ്യം കൃഷ്ണനോട് യുദ്ധത്തിന് വരികയും 18 തവണയും തോറ്റോടുകയും ചെയ്തിട്ടുണ്ട്. ജരാസന്ധനെ വധിക്കാൻ കൃഷ്ണനെ കൊണ്ടാവാഞ്ഞിട്ടല്ല, അയാളുടെ വധം പാണ്ഡവനായ ഭീമൻ്റെ കൈകൊണ്ട് നടക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ അയാളെ കൊല്ലാതിരുന്നത്. ജരാസന്ധൻ 18ാമത്തെ പ്രാവശ്യവും തോറ്റു പിൻവാങ്ങിയപ്പോൾ ഇനിയും മധുരയിൽ താമസിക്കുന്നത് അത്ര ശരിയല്ലെന്ന് തോന്നി കൃഷ്ണൻ ജ്യേഷ്ഠനുമായി ആലോചിച്ച് മധുരാപുരിക്ക് തെക്ക് പടിഞ്ഞാറുള്ള സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന കുശസ്ഥലി എന്ന ദ്വീപിൽ ദ്വാരക എന്ന പേരിൽ അതിമനോഹരമായ ഒരു പുതിയ നഗരം പണി കഴിപ്പിച്ച് കോട്ടകൊത്തളങ്ങളെല്ലാം ഉറപ്പിച്ച് യാദവന്മാരെല്ലാം ഒന്നിച്ച് അവിടെ വന്ന് താമസം തുടങ്ങി. ദ്വാരക ശത്രുക്കൾക്ക് ദുഷ്ടപ്രാപ്യമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ശത്രുഭാവത്തിലുള്ളവരാരും അങ്ങോട്ട് കടക്കാൻ വരുണൻ അനുവദിച്ചിരുന്നില്ല. ജരാസന്ധൻ 18ാമത്തെ തവണ കൃഷ്ണനോട് യുദ്ധത്തിന് വന്നത് ഒരു യവനനെയും അയാളുടെ സൈന്യത്തെയും സഹായത്തിന് ചേർത്തുകൊണ്ടായിരുന്നു. യുദ്ധത്തിൽ ജരാസന്ധൻ തോറ്റോടിയെങ്കിലും യവന സൈന്യം മധുരയെ നിരോധിച്ചുകൊണ്ട് തന്നെയിരുന്നു. അതിനിടയിലാണ് കൃഷ്ണൻ്റെ നിർദ്ദേശാനുസരണം വിശ്വകർമാവ് ദ്വാരകാ നഗരം നിർമ്മിച്ചത്. മധുരാ നിവാസികളെയെല്ലാം ദ്വാരകയിൽ അധിവസിപ്പിച്ചതിന് ശേഷം രാമകൃഷ്ണന്മാർ വീണ്ടും യവന സൈന്യത്തെ നേരിടാൻ പുറപ്പെട്ടു. യവനൻ ദുഷ്ടനായിരുന്നു. ചില വരങ്ങളും അവൻ സമ്പാദിച്ചിരുന്നു. ആയുധം കൊണ്ട് ആർക്കും അവനെ വധിക്കാനാവില്ല. ഈ അഹങ്കാരം കൊണ്ട് അവൻ എല്ലാവരെയും ദ്രോഹിച്ചു നടക്കുമ്പോൾ അവനെ ഒടുക്കാൻ വേണ്ടി നാരദൻ ഒരു കൗശലം പ്രയോഗിച്ചു. മധുരാപുരിയിൽ ഒരു അത്ഭുത ബാലനുണ്ടെന്നും അവൻ്റെ അടുക്കൽ യവനൻ്റെ അഹങ്കാരങ്ങളൊന്നും വിലപ്പോവില്ലെന്നും പറഞ്ഞ് നാരദൻ അവനെ കൃഷ്ണനോട് യുദ്ധത്തിന് ചെല്ലാൻ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് അവൻ ജരാസന്ധനോട് സന്ധിച്ച് മധുര ആക്രമിക്കാനിടയായത്. കൃഷ്ണൻ ആയുധമൊന്നും കൂടാതെ തന്നെ യവന സൈന്യത്തിൽ ചെന്ന് കയറി. ആ ബാലൻ്റെ നേരെ യവനൻ സൂക്ഷിച്ചു നോക്കി. അത്ഭുതം! കൊണ്ടൽ നേർ വർണ്ണത്തോടും ചാതുർബാഹുക്കളോടും കൗസ്തുഭത്തോടും മാറിൽ ശ്രീവത്സത്തോടും കാതിൽ കുണ്ടലങ്ങളോടും കഴുത്തിൽ തുളസി ദളമാല്യത്തോടും കൂടിയ പീതാംബര വേഷധാരിയായ വിഷ്ണുരൂപം അയാൾക്ക് ദൃശ്യമായി. നാരദൻ പറഞ്ഞ ബാലൻ ഇതുതന്നെയെന്ന് യവനന് ബോധ്യമായി. നിരായുധനായ അവനെ നിരായുധനായി തന്നെ നേരിടണമെന്ന് കരുതി യവനൻ കൃഷ്ണനെ പിടികൂടാൻ ഓടിയടുത്തു. പിടിച്ചില്ല എന്ന മട്ടിലെടുത്തപ്പോൾ മുകുന്ദനെ കാണുന്നില്ല. പിന്നെ അല്പദൂരം കാണും, പിന്നെയും ഓടി അടുക്കും. തൊട്ടില്ല എന്നാകുമ്പോഴേക്കും പിന്നെയും കാണാതാകും. അങ്ങനെ പോയി കൃഷ്ണനൊരു ഗുഹയിൽ പ്രവേശിച്ചു. യവനനും കടന്നു ഗുഹയ്ക്കുള്ളിൽ. ഗുഹയ്ക്കകത്തെല്ലാം തിരഞ്ഞിട്ടും കൃഷ്ണനെ കാണുന്നില്ല. ആരോ ഒരുത്തൻ ഗുഹയുടെ ഒരു മൂലയ്ക്കൽ കിടന്നുറങ്ങുന്നതും കണ്ടു.
കൃഷ്ണനായിരിക്കുമെന്ന് വിചാരിച്ച് യവനൻ ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു. ഉറങ്ങിക്കിടന്ന ആൾ ഞെട്ടി ഉണർന്ന് കണ്ണുമിഴിച്ച് നോക്കിയപ്പോൾ കണ്ടത് യവനനെ. കണ്ണിൽ കോപാഗ്നി കത്തി ജ്വലിച്ചു. ആ അഗ്നിയിൽ യവനൻ വെന്തു വെണ്ണീറായി. അങ്ങനെ യവനൻ ആയുധത്തിനിരയാവാതെ അന്തരിച്ചു. മാന്ധാതാവിൻ്റെ മകനായ മുചുകുന്ദനായിരുന്നു ഗുഹയിൽ ഉറങ്ങിക്കിടന്നിരുന്നത്. അനേകായിരം വർഷങ്ങളായി അയാൾ ആ ഗുഹയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ത്രേതായുഗാരംഭത്തിൽ ദേവലോകത്ത് വച്ച് ഒരു വലിയ ദേവാസുര യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാൻ മുചുകുന്ദൻ ദേവലോകത്ത് ചെന്നിരുന്നു. അനേകം രാപ്പകലുകൾ ഉറക്കമില്ലാതെ തുടർച്ചയായി യുദ്ധം ചെയ്ത് അവൻ അസുരന്മാരെ തോൽപ്പിച്ചു. അതിൽ സന്തുഷ്ടനായി തീർന്ന ദേവേന്ദ്രൻ എന്ത് വരമാണ് വേണ്ടതെന്ന് മുചുകുന്ദനോട് ചോദിച്ചു. മറ്റൊന്നും വേണ്ട, കുറേ കാലം സുഖമായി ഒന്ന് ഉറങ്ങിയാൽ മതി എന്നായിരുന്നു മുചുകുന്ദൻ്റെ മറുപടി. ദേവേന്ദ്രൻ അപ്രകാരം അനുഗ്രഹിച്ചു. സുഖമായി കിടന്നുറങ്ങാനുള്ള ആ ഗുഹയും ദേവേന്ദ്രൻ തന്നെ നിർദ്ദേശിച്ചതാണ്. ദ്വാപരയുഗ അവസാനത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ യാദൃച്ഛികമായി ചവിട്ടേറ്റ് ഉണർന്നാൽ പിന്നെ ഉറങ്ങണമെന്ന് തോന്നുകയില്ലെന്നും ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് മുക്തി ലഭിക്കുമെന്നും ദേവേന്ദ്രൻ അനുഗ്രഹിച്ചു. യവനനെ ഭസ്മമാക്കിയ ശേഷം മുചുകുന്ദൻ വീണ്ടും നിദ്രയിലാണ്ടു. അപ്പോഴാണ് ഭഗവാൻ ഗുഹയിൽ നിന്നും പുറത്തു കടക്കാൻ തുനിഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഭഗവാൻ അറിയാതെ തന്നെ മുചുകുന്ദനെ കയറി ചവിട്ടി. മുചുകുന്ദൻ കണ്ണു തുറന്നു നോക്കി. അപ്പോൾ ഗുഹയിലാകെ ഒരു ദിവ്യ തേജസ് നിറഞ്ഞിരുന്നതായും ഒരു കോമള രൂപം മുന്നിൽ തന്നെ നിൽക്കുന്നതായും കണ്ടു. പരിഭ്രമത്തോടുകൂടി ആരാണ് തന്നെ ചവിട്ടിയതെന്ന് ചോദിച്ചു. ആരാണ് വഴിയിൽ കിടന്ന് ചവിട്ടി കൊണ്ടതെന്ന് ഭഗവാനും ചോദിച്ചു. മുചുകുന്ദൻ എന്നും മറുപടി പറഞ്ഞു. എന്നാൽ ചവിട്ടിയത് മുകുന്ദനാണെന്നും അറിഞ്ഞുകൊള്ളുക എന്ന് ഭഗവാനും അരുളി ചെയ്തു. പെട്ടെന്ന് മുചുകുന്ദൻ ദേവേന്ദ്രൻ്റെ വാക്കുകൾ ഓർമ്മിച്ചു. സംഭ്രമത്തോടുകൂടി പിടഞ്ഞെഴുന്നേറ്റ് ഭഗവാനെ നമസ്കരിച്ചു. മുചുകുന്ദൻ്റെ ഭക്തി കണ്ട് സന്തുഷ്ടനായ മുചുകുന്ദനെ അനുഗ്രഹിച്ച് യാത്രയാക്കി. ഗുഹയിൽ നിന്നും പുറത്തു കടന്ന മുചുകുന്ദൻ ഭൂലോകത്തുള്ള സകല ജീവജാലങ്ങളും വൃക്ഷലതാദികളും ഹ്രസ്യാകാരമായി ഇരിക്കുന്നത് കണ്ട് കലിയുഗം സമാഗതമാകാറായി എന്ന് മനസ്സിലാക്കി ബദരിയാശ്രമത്തിൽ ചെന്ന് തപസ് ചെയ്ത് മുക്തി പ്രാപിച്ചു.